2 തിമോത്തി 3:16 പറയുന്നു, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. ഈ ബൈബിൾ 1500 വർഷം കൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണ്. അത് 40 ഗ്രന്ഥകർത്താക്കള് ആണ് അതിന്റെ എഴുതിയവര്. പക്ഷെ ഇതെല്ലാം എഴുതിയത് മനുഷ്യരാണെങ്കിലും ഇതില് എല്ലാം കേന്ദ്രീകൃതമായിട്ടുള്ളത് ഈശോയാണ്. അത് ഒരാൾ എഴുതിയത് വേറൊരാൾക്ക് കോൺട്രഡിക്ടറി അല്ല. എല്ലാം ഒരു ഡാനിയൽ അച്ഛൻ പറയുന്ന പോലെ ഒരു ത്രെഡില് ജോയിൻ ചെയ്ത് പോണതാണ്. അപ്പൊ അത് ഇത്ര വർഷം ഇത്ര ആൾക്കാര് അത് ദൈവത്തിന്റെ ഓരോ വാക്യങ്ങളും ദൈവിക ഇടപെടലും കൊണ്ടാണ് സംഭവിച്ചേക്കുന്നത്. അതിന്റെ കൂടെ തന്നെ പറയും, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇപ്പോ നമ്മൾ ഓരോരോ തെറ്റുകൾ ചെയ്യുമ്പോൾ, ഇപ്പോ ഞാൻ അഹങ്കരിക്കുമ്പോൾ വചനം പറയും, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കില്ല. അല്ലെങ്കിൽ ഞാൻ അസൂയപ്പെടുമ്പോൾ വചനം പറയും, അസൂയ തീ പോലെയാണ്, അത് നശിക്കുന്നത് വരെ അണയുകയില്ല. അപ്പോ ഇങ്ങനെ ഈ ഒരു ബൈബിൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ലോകത്തില് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടതും ഏറ്റവും അധികം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതും ഏറ്റവും അധികം പ്രിന്റ് ചെയ്യപ്പെടുന്നതും അങ്ങനെ പല പല പിന്നെ സാഹിത്യപരമായിട്ടും ഇതിൽ നിൽക്കുന്ന പുസ്തകം. ഇതൊരു ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമല്ല. ഹെബ്രായർ 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇന്നും സജീവം എന്ന് പറഞ്ഞാൽ ഇന്നും ജീവിക്കുന്ന വചനമാണ് ഇതിലെ ഓരോ വാക്യങ്ങളും. പിന്നെ ഇതില് ഇവയെല്ലാം യേശു കേന്ദ്രീകൃതമാണ്. നമ്മളെ ഏദൻ തോട്ടത്തിൽ ദൈവം യേശുവിനെ കുറിച്ച് പറയുക, യേശുവിന്റെ അവതാരത്തിനെ കുറിച്ച് പറയും. അതുപോലെ തന്നെ വെളിപാടില് ഈശോന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയും. അപ്പോ ഇതെല്ലാം കേന്ദ്രീകൃതമായിട്ടുള്ള യേശു എന്നുള്ളൊരു വ്യക്തി ഒരു മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ആളിലേക്കാണ്. ഈശോ തന്നെ എമ്മൗസിലേക്ക് പോകുമ്പോൾ ശിഷ്യരോട് പറയും, മോശ തുടങ്ങി പല പ്രവാചകന്മാര് തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോ അതില് വേറൊരു കാര്യം കൂടി ഉള്ളത്, ഈ വിശുദ്ധ ലിഖിതങ്ങള് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സ് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ആ മനസ്സ് തുറന്നു കൊടുക്കാനായിട്ട് തുറന്നു തരാനായിട്ട് ഈശോനോട് അത് പ്രാർത്ഥിക്കാനുള്ളതാണ്. പിന്നെ ഇപ്പൊ നമ്മള് ദൈവവചനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവവചനം ഈശോ തന്നെയാണ്. യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മളിപ്പോ അവിടെ ഈശോ എന്നുള്ള ഒരു വാക്ക് ആണ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ആദിയിൽ ഈശോ ഉണ്ടായിരുന്നു, ഈശോ ദൈവത്തോടു കൂടിയായിരുന്നു, ഈശോ ദൈവമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തില് 7 കാര്യങ്ങളോടാണ് മുമ്പപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തെ കാര്യം വചനമാണ്. അതുപോലെ യോഹന്നാൻ ശ്ലീഹയുടെ തന്നെ വെളിപാട് 19:13 പറയുന്നു, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനം എന്നാണ്. അത് ഈശോയുടെ രണ്ടാമത്തെ വരവില് കുതിരയുടെ പുറത്ത് കയറി വരുന്നതിന്റെ ഇതില് പറയുന്നതാണ്. യോഹന്നാൻ 1:14 പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ ഈശോ വചനമാകുന്ന ഈശോ ആദിയില് ഉണ്ടായിരുന്ന ഈശോ എന്ന് പറഞ്ഞാല് ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ ഉള്ള ഈശോ ഈ ഭൂമിയിലേക്ക് വചനം മാംസമായി പരിശുദ്ധ അമ്മയുടെ ഉദരത്തില് വന്ന് പിറക്കാണ്. അപ്പോ ഏശയ്യ 66:2 പറയുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാവുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. പരിശുദ്ധ അമ്മയുടെ ഒരു എളിമ എന്നുള്ള ഒരു പുണ്യം കൊണ്ടാണ് ഈശോ പരിശുദ്ധ അമ്മേനെ ഈ ലോകത്തിലേക്ക് വരാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ നമ്മളായാലും എളിമപ്പെട്ട് കഴിഞ്ഞാല് നമ്മളില് ഈശോ ആകുന്ന വചനം മാംസമാവും, നമ്മൾ വേറൊരു ഈശോ ആയിട്ട്
രൂപാന്തരപ്പെടും. പിന്നെ ഈ ബൈബിളില് നമുക്ക് കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു കാര്യം എഴുതിയേക്കുന്നത് ഇപ്പോ അത് ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് അത് ദൈവം യേശയ്യായോട് പറഞ്ഞതാ. അതല്ലെങ്കിൽ ദൈവം ജെറമ്യായോട് പറഞ്ഞതാ. ഈ കോണ്ടെക്സ്ച്വലിന് പുറമെ അതിനൊരു പേഴ്സണൽ ടച്ച് ഉണ്ട്. അത് ഓരോരുത്തർക്കും ചിലപ്പോ ഓരോരുത്തർക്കും ബന്ധപ്പെട്ട വചനം പലതായിരിക്കാം. അപ്പൊ അത് നമ്മുടെ ഓരോരോ ജീവിത സാഹചര്യങ്ങൾക്ക് പറ്റിയതാവാം. പറ്റിയത് അനുസരിച്ച് മാറും. പിന്നെ ഓരോ വ്യക്തികളനുസരിച്ച് മാറും. പിന്നെ ഇത് നമുക്ക് എങ്ങനെയാ കിട്ടാന്ന് വെച്ചാല് ചെല ചെലവർക്ക് അത് പെട്ടെന്ന് നമുക്ക് ബൈബിള് തുറക്കുമ്പോ തന്നെയൊക്കെ കിട്ടും. നമ്മളെന്തെങ്കിലും പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒക്കെ കിട്ടും. എനിക്ക് അങ്ങനെ കിട്ടാറില്ല. ഇടയ്ക്ക് കിട്ടാറുണ്ട്. ഡാനിയേലച്ചൻ പറഞ്ഞിട്ട് ഒരു കാര്യം ഓർമ്മയുള്ളത്, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം നമുക്കതിന് ഉത്തരം വേണം. അപ്പൊ അത് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് നമുക്കത് വചനത്തിൽ കൂടെ തന്നെ അതിന്റെ ഒരു മെസ്സേജ് കിട്ടും. ഇപ്പൊ എന്റെ ജീവിതത്തില് ഉണ്ടായിട്ടുള്ള ഒരു 3 ഒരു ഇൻസിഡന്റ്സ് ഞാൻ പറയാം. ഒന്ന് ഞാൻ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ എന്റെ ഒരു വീക്ഷണത്തില് മദ്യപാനം ഒരു തെറ്റല്ല ആയിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോ വിവാഹശേഷം ആഹ് ആഹ് ഉം വൈഫ് ഇങ്ങനെ ഒരു ധ്യാനത്തിനൊക്കെ പോയി. അപ്പോ പറഞ്ഞു ആഹ് ഭർത്താവിനോട് പറയാ ഈശോയ്ക്ക് അത് ഇഷ്ടല്ല എന്ന് പറയാ മദ്യപാനം. ആഹ് അതിനുശേഷം ആഹ് അതിനുശേഷം ഒരിക്കൽ കൂടി അങ്ങനെ ഉണ്ടായി. അപ്പോ വൈഫ് അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തു. ഏട്ടന് കൺവിൻസ് ആവണ ഒരു സമയമാവുമ്പോ അത് കറക്റ്റ് ചെയ്താ മതി എന്ന് പറഞ്ഞു. അപ്പഴും എന്റെ ഒരു വിചാരം അത് ഒരു പാപമല്ല എന്നാണ്. അപ്പൊ ഈശോ മർക്കോസ് 12:24 പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്. അപ്പൊ നമ്മുടെ പല തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ചില കാര്യങ്ങള് നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോണത് ചിലപ്പോ വിശുദ്ധ ലിഖിതങ്ങൾ അറിയാത്തോണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ അത് കടന്നുപോയി. കുറച്ച് അപ്പൊ ഞാനിപ്പോ ഈ ഡാനിയേലച്ചന്റെ കാര്യം ഓർത്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു. എനിക്കതിനുള്ളൊരു ഉത്തരം കിട്ടണേ എന്നുള്ള രീതിയിൽ. അതിന് ശേഷം എനിക്ക് എഫേസോസ് 5:18 ആ വചനം ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. എഫേസോസ് 5:18 പറയുന്നു, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിൽ പൂരിതരാകുവിൻ. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അപ്പൊ അതില് ഈശോ ആഹ് പറയണത് ആഹ് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. മറിച്ച് മറിച്ച് എന്ന് പറഞ്ഞാൽ അതിന് പകരം ആഹ് ആത്മാവിൽ പൂരിതരാകുവിൻ. പരിശുദ്ധാത്മാവിൽ പൂരിതരാകുവിൻ. അതാണ് ഈശോ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അത് ഇപ്പോ ഈ മദ്യപാനാവാം, അല്ലെങ്കില് ഈ ലോകത്തിലെ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഈ പരിശുദ്ധാത്മാവ് വന്നതിനും അതിനൊക്കെ ഒരു വിഘ്നമാണ്. വേറൊരെണ്ണം ഇപ്പൊ നമ്മള് ജീവിതത്തില് പല പല ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ വീട്ടിലുള്ളവർക്കൊക്കെ ആയാലും പെട്ടെന്ന് അങ്ങനെ ദേഷ്യപ്പെടും. അപ്പൊ അങ്ങനെ ഒരു വചനം വന്നു. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. ആഹ് പിന്നെ വേറെ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പൊ ഒരാള് ഇങ്ങനെ ഏഹ് പറ്റിച്ചു. അപ്പൊ പറ്റിച്ച് കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ ഭയങ്കര ദേഷ്യം വന്നു. അപ്പൊ ഏഹ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വചനം വന്നു. പൗലോസ്ലീഹ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ? 1 കൊരിന്തോസ് 6:7. പിന്നെ വചനത്തിനെ കുറിച്ച് പിന്നെ പറയാനുള്ളത് ഇപ്പൊ നിയമാവർത്തനം 11:19 പറയുന്നു, നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉണരുമ്പോഴും എപ്പോഴും വചനത്തെക്കുറിച്ച് ആലോചിക്കാൻ അവയെപ്പറ്റി അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ടും നിങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണം. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മക്കളെ വചനം പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം അത് നമുക്ക് ഒരു വിത്തിടണ പോലെ അത് അവിടെ കിടന്ന് വളർന്ന് അത് അതിന്റെ സമയമാവുമ്പോ ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. സങ്കീർത്തനം 119:9 പറയുന്നു, യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് തന്നെ.
അപ്പോ ഇന്നത്തെ കാലഘട്ടത്തില് യുവാക്കള് യുവതി യുവാക്കള് നിർമ്മലമായ ഒരു ഏഹ് വഴിയൊന്നുമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിർമ്മലമായ ഒരു വഴി കണ്ടെത്തണെങ്കില് ഈ ദൈവവചനം ഉള്ളിലുണ്ടെങ്കിലാണ് പറ്റുള്ളൂ. കാരണം അല്ലാതെ പോവാനുള്ള സാഹചര്യങ്ങള് വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അതിന്റെ വഴി വിസ്തൃതാണ്. അപ്പോ ഈ വചനം ഉള്ളിലുണ്ടെങ്കിലാണ് ഏഹ് ദൈവത്തിന്റെ വഴിയില് നടക്കുള്ളൂ. പിന്നെ യേശയ്യ 59:21 പറയുന്നു, പിതാവായ ദൈവം ചോദിക്കുന്നു, ദൈവഭക്തരല്ലാത്ത മക്കളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് ഇപ്പൊ മക്കളെ എഞ്ചിനീയർ ആക്കണം, അതാക്കണം. ദൈവത്തിന് ഒറ്റൊരു ആഗ്രഹമുള്ളൂ. ദൈവഭക്തരല്ലാത്ത മനുഷ്യരെ സോറി ദൈവഭക്തരെ അല്ലാത്ത മക്കളെ അല്ലാതെ പിന്നെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്? പിന്നെ നമ്മളിപ്പോ പല ദൈവവചനങ്ങൾ കേൾക്കും. പിന്നെ അത് പാലിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോ ഒരു സ്പീച്ചില് കേട്ടതാണ്. ഇപ്പോ പിശാചിന് വരെ ദൈവവചനം അറിയായിരുന്നു. 91 സങ്കീർത്തനമാണ് ഈശോയുടെ പ്രലോഭനത്തിന് സമയത്ത് പിശാച് പറഞ്ഞത്. ഏഹ് ലൂക്ക 11:28 പറയുന്നു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. അതുപോലെ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തില് ഈ നമ്മള് ദൈവവചനം കേട്ട് പോണവര് യാക്കോബ് ശ്ലീഹ പറയണത് നമ്മള് കണ്ണാടിയില് മുഖം നോക്കി മാറിപ്പോയി മാറിപ്പോണവരെ പോലെയാണ്. കണ്ണാടിയില് മുഖം നോക്കി മാറിപ്പോയി കഴിയുമ്പോ നമ്മളത് മറന്നു പോകും. എങ്ങനെ ഇരിക്കണേന്നുള്ളത്. അതുപോലെ ആകരുത്. യാക്കോബ് 1:22 നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മ വഞ്ചകരാകരുത്. അവ അനുവർത്തിക്കുക കൂടി ചെയ്യുവിൻ. പിന്നെ ഇത് നമുക്ക് ദൈവവചനം അനുവർത്തിക്കാൻ ദൈവവചനം അനുവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാല് അതിനുള്ളൊരു ഉത്തരം എനിക്ക് തോന്നിയത് മത്തായി 19:24, 25 ഈശോ പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്ന പോലെ അതില് എളുപ്പമാണ് എന്നുള്ളത്. അപ്പോ അപ്പൊ ശിഷ്യര് ചോദിക്കുന്നുണ്ട്, ഇത് അങ്ങനെയാണെങ്കിൽ ആര് രക്ഷ നേടും? ഇത് എങ്ങനെ സംഭവിക്കും? അപ്പോ ഈശോ പറയുന്നുണ്ട്, ദൈവ മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്. ദൈവത്തിന് ഇത് സാധ്യമാണ്. അപ്പോ അതിലും നമുക്കതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കുറച്ചും കൂടിയും ഹെൽപ്പ് ചെയ്യും. വിത്ത് ഗോഡ് ഓൾ ഈസ് പോസിബിൾ. അപ്പോ നമ്മള് തന്നെ ചെയ്യാം. നമ്മളില് ഒരു സെൽഫ് ആശ്രയിച്ച് ഇത് ചെയ്താല് ഇപ്പൊ ഒരു ഏഹ് ഒരു വചനം പറഞ്ഞാല് ഇപ്പൊ ഒരു കരണത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. ഒരു ഒരു ശരാശരി ഒരു മനുഷ്യന് അത് എങ്ങനെ പ്രാവർത്തികമാക്കാം? അത് ദൈവം നമ്മുടെ ഉള്ളില് അത്രയും രൂപാന്തരപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അതിനുള്ള കൃപ കിട്ടുള്ളൂ. പിന്നെ എന്റെ ഒരു പേഴ്സണൽ ഒരു കാര്യം ഉള്ളത്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ആഹ് ബൈബിള് ഫുൾ വായിച്ച് തീർക്കാൻ കൃപയുണ്ടായി. അപ്പൊ അത് എല്ലാവരും ഇപ്പൊ നമ്മള് ഡാനിയൽ അച്ചന്റെ ബൈബിൾ ഇൻ എ ഇയർ മലയാളം എന്ന് പറഞ്ഞൊരു ഇത് നമുക്കതൊരു നല്ലൊരു അനുഗ്രഹമാണ്. അപ്പൊ നമുക്കതിന്റെ വായിക്കണേന്റെ കൂടെ നമുക്കുള്ള സംശയങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ കൂടി കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവമുള്ളത് ഈ ഡൊമിനിക് അച്ചന്റെ ഒരു ധ്യാനത്തിന് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷമാണ് എന്റെ ഒരു ജീവിതത്തില് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഞാൻ മറ്റേത് ഞാൻ അതിന് മുന്നേ ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോണ ഒരു വ്യക്തിയായിരുന്നു. ഈ ഡാനിയൽ അച്ചന്റെ ഒരു ധ്യാനത്തിന് ശേഷമാണ് ആഹ് ഇപ്പൊ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോവാനും കുറച്ചും കൂടി ഈശോയോട് കൂടെ നിക്കാനും വചനം പഠിക്കാനും ഒക്കെ പറ്റണെ. അപ്പൊ ഡൊമിനിക് അച്ചൻ പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ദിവസവും പള്ളിയിൽ പോവാ. അതിനോടൊപ്പം തന്നെ ദിവസം ഒരു വചനമെങ്കിലും പഠിക്കുക. അപ്പോ വചനം നമുക്ക് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അല്ലെങ്കില് എഴുതിക്കഴിഞ്ഞാല് കുറച്ചും കൂടിയും കൃപാവരമാണ്. പിന്നെ ഈ ഈ വചനങ്ങള് ചിലത് ഇപ്പൊ നമ്മള് ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിധിയാണ്.
അപ്പൊ അതില് നമുക്ക് നമ്മളെ ടച്ച് ചെയ്യണ ചില വചനങ്ങളുണ്ട്. അതാണ് നമ്മുടെ രത്നക്കല്ലുകള്. അത് നമ്മള് പവിത്രായിട്ട് സൂക്ഷിക്കുക. അപ്പൊ അത് പിശാച് ഇങ്ങനെ വന്ന് ഈ വിത്തുകള് പറത്തിക്കൊണ്ടുപോകാനും അല്ലെങ്കില് പല മുള്ളുകൾ വെച്ചിട്ട് അതിനെ ഞെക്കിക്കളയാനൊക്കെ നോക്കും. പക്ഷെ നമ്മള് അതില് അടിയുറച്ച് നിൽക്കുക. ഞാൻ ഒരു വചനം കൂടി പറഞ്ഞിട്ട് നിർത്താം. നിയമാവർത്തനം 30:11. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമമിതം വിദൂരസ്ഥമോ അല്ല. നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്നു തരും എന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല. ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്നു തരും എന്ന് പറയാൻ അത് കടലിനക്കരെയുമല്ല. വചനം നിനക്ക് സമീപസ്ഥമാണ്. അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്.